എൻ്റെ പേര് രാജി. എനിക്കിപ്പോൾ ഏകദേശം 30 വയസ്സുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഏകദേശം 7 വർഷം കഴിയുന്നു. എൻ്റെ 23ാമത്തെ വയസ്സിലായിരുന്നു കല്യാണം നടന്നത്. ആ ഒരു സമയത്ത് പലതരത്തിലുള്ള മോഹങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആ ടൈമിലാണെങ്കിൽ ഒന്നും നടന്നില്ല. ഞാൻ പറയുന്നത് എൻ്റെ ഫോട്ടോഗ്രാഫിയെ കുറിച്ചായിരുന്നു. കല്യാണത്തിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം സ്ലിം ആയിരുന്നു. അതുകൊണ്ട് ഫ്രണ്ട്സ് എല്ലാം കളിയാക്കി വിളിക്കുന്നത് മിസ് വേൾഡ് എന്നായിരുന്നു. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ശരീരം ആകെ വണ്ണിച്ചു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കുറേയധികം കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടും അത്രയൊന്നും കഴിഞ്ഞിരുന്നില്ല. ഈ ഒരു ഇടയ്ക്കായിരുന്നു ചെറിയൊരു ഫിറ്റ്നസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തത്. ആ ഒരു ടൈമിലോട്ടാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ആ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് തന്നെ നല്ല രീതിയിൽ ഒരു വണ്ണവും കാര്യങ്ങളൊക്കെ റെഡ്യൂസായി. എനിക്ക് ഏകദേശം ഹൈറ്റ് 165 അടുത്തുണ്ടായത് കൊണ്ട് തന്നെ ഒരു 75 കിലോ ആയിരുന്നു ആദ്യത്തെ സമയത്തൊക്കെ. പിന്നെ അത് 70 പിന്നെ ഇപ്പോൾ 65 താഴെയായി. അതായപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. എൻ്റെ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഒന്നെങ്കിൽ ചുരിദാർ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജീൻസ് ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലും ഞാൻ അങ്ങനെയായിരുന്നു യൂസ് ചെയ്ത് നടന്നത്. കല്യാണത്തിന് ശേഷം ഒന്നെങ്കിൽ സാരി അല്ലെങ്കിൽ ചുരിദാർ, ജീൻസ് ടോപ്പ്, മോഡേൺ ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഇടാനൊന്നും ഭർത്താവ് അനുവദിച്ചിരുന്നില്ല. കാരണം എന്നെ കല്യാണം കഴിച്ചയച്ചത് ഒരു ഗ്രാമപ്രദേശത്തിലേക്കായിരുന്നു. ഞാൻ പഠിച്ചതും വളർന്നതും എല്ലാം സിറ്റിയിലായതുകൊണ്ട് തന്നെ പറഞ്ഞു വിട്ടത് ഗ്രാമത്തിലേക്കും. അവിടെ ചെറിയൊരു ആശാരിപ്പണിക്കാരനായിരുന്നു എൻ്റെ ഭർത്താവ്. പിന്നെ ഗ്രാമപ്രദേശവും ഭർത്താവും എല്ലാമായിട്ട് ഞാനങ്ങ് പൊരുത്തപ്പെട്ടു. കാരണം മറ്റൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ ആ ഒരു ഡ്രസ്സിൻ്റെ മോഹങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അടക്കി വെച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഹസ്ബൻഡിൻ്റെ കസിൻ സഹോദരിയുടെ കല്യാണം വരുന്നത്. കല്യാണത്തിന്റെ ആ ഒരു ടൈമിലൊക്കെ തിളങ്ങി നിന്നിരുന്നത് ഞാനായിരുന്നു. കാരണം ഞാനായിരുന്നു ആ ഒരു വീട്ടിലെ മൂത്ത മരുമകൾ. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പ്രയോറിറ്റീസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. പെണ്ണിന്റെ കൂടെ പോകാനും പിന്നെ ആ ഒരു മേക്കപ്പും കാര്യങ്ങളും എല്ലാത്തിനും അവൾക്ക് വേണ്ടിയിട്ടും സാരിയും ഡ്രസ്സിനും എല്ലാ കാര്യങ്ങൾക്കും എന്നെയായിരുന്നു അവൾ കൂട്ടുപിടിച്ചിരുന്നത്. പിന്നെ വീട്ടുകാർക്കും അത് തന്നെയായിരുന്നു ഇഷ്ടം. കാരണം രാജിക്കറിയാത്ത കാര്യങ്ങളൊന്നുമില്ലല്ലോ, അവളെല്ലാം പഠിച്ചതൊക്കെയല്ലേ. പിന്നെ ഫാഷൻ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ രാജിക്ക് നന്നായിട്ട് മനഃപ്പാടമാണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സിങ് സെൻസിന്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കസിൻ്റെ സഹോദരി തന്നെ പറയാറുണ്ട്, രാജി ചേച്ചിയും വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവൾക്കൊപ്പം എപ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ആ സമയത്ത് മേക്കപ്പിന്റെ കാര്യമെല്ലാം തൊട്ടടുത്ത വീട്ടിലെ ഷീബ ചേച്ചിയായിരുന്നു നോക്കിയിരുന്നത്. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എല്ലാം നന്നായിട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെ അവൾക്ക് ഫേഷ്യലും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛനെൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യുമായിരുന്നു, മോക്കും കൂടെ ചെയ്തുകൂടായിരുന്നോ? കാണാനിപ്പം അത്യാവശ്യം നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കളറാവുമല്ലോ എന്നൊക്കെ അയാൾ പറയുന്ന സമയത്ത് ഞാൻ ചിരിക്കും. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെയും ഫാമിലിയൊക്കെ കുറച്ച് പാവപ്പെട്ട ആൾക്കാരാണ്. മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ പലകയടിച്ച വീട് അല്ലെങ്കിൽ ചെങ്കല്ല് വാർത്ത വീട് അങ്ങനെയുള്ള വീടുകളൊക്കെ തന്നെയാണ്. അത്യാവശ്യം സൗകര്യവും കാര്യങ്ങളും എല്ലാം കുറവ് തന്നെയാണ്. പിന്നെ അവരുടെ അടുത്തൊക്കെ പോയി വേണ്ടാത്ത രീതിയിൽ ഇങ്ങനെയൊക്കെ ചോദിക്കണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാറിയിരുന്നത്. അങ്ങനെ പോയി കല്യാണ ദിവസം ഇങ്ങ് എത്താറായി. ആ ടൈമിലാണെങ്കിൽ ഫോട്ടോഗ്രാഫറിനെ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു എല്ലാവർക്കും തിരക്ക്. അതിനെ പറ്റിയിട്ട് എൻ്റെ അടുത്ത് പെണ്ണിൻ്റെ അച്ഛൻ ചോദിച്ചു, മോൾക്ക് ഏതെങ്കിലും പരിചയവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കങ്ങനെ ഒന്നും അറിയില്ലെങ്കിൽ, കാരണം അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ വീട് വരാൻ പിന്നെ അത്യാവശ്യം റേഷൻ കടയിലൊന്ന് പോകും, മാവേലി സ്റ്റോറിലൊന്ന് പോകും, അല്ലാതെ എനിക്ക് വേറെ പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെയാണെങ്കിൽ ഒരു കുഞ്ഞു വീടും പിന്നെ ഇവിടുത്തെ ആൾക്കാരും, അത് മാത്രമേ എനിക്കറിയുള്ളൂ. അല്ലാതെ ഫ്രണ്ട്സോ അങ്ങനെയൊന്നും എനിക്കില്ല. ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റേത്. പെട്ടെന്നൊരു ദിവസമായിരുന്നു ഇവളുടെ കല്യാണം വന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ആ ഒരു അവസ്ഥ എനിക്ക് വരാൻ തുടങ്ങിയത്. അപ്പോഴായിരുന്നു ഹസ്ബൻഡിൻ്റെ അനിയൻ അജേഷ് ഇങ്ങനെ പറയുന്നത്, എൻ്റെ പരിചയത്തിൽ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, നമുക്കിവിടെ എല്ലാം ഫോട്ടോ എടുക്കുന്നത് തന്നെയാണ്, അത്യാവശ്യം നല്ല സിനിമാറ്റിക് ആയിട്ടൊക്കെ ചെയ്യും എന്ന് അവൻ പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വിളിച്ചാൽ പോരെ. അപ്പം ക്യാഷിൻ്റെ കാര്യമായി ഡിസ്കഷനും കാര്യങ്ങളൊക്കെ. ആ ടൈമിൽ നല്ലൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞപ്പോഴും പെണ്ണിങ്ങനെ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ അത് തന്നെ ആവാന്ന് വെച്ചു. ജീവിതത്തിൽ ഒരേ ഒരു കല്യാണമല്ലേ ഉള്ളൂ. അത് തന്നെ ഞാനും പറഞ്ഞു, അതെ അങ്കിൾ,
ജീവിതത്തിൽ ഒരേ ഒരു കല്യാണമേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ സമയത്ത് പോലും നല്ലൊരു ഫോട്ടോഗ്രാഫറെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആകെ നാണം വരും. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആളൊന്ന് ചൂടായി. നിന്റെ എന്താ ഫോട്ടോയ്ക്ക് എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആളുടെ കസറ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും അടിയുണ്ടാക്കാൻ വരുന്നില്ല എൻ്റെ മാഷെ, ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞതുള്ളൂ. നമ്മുടെ ഫോട്ടോയ്ക്ക് ഒരു വൃത്തികേടായിട്ടുണ്ട്. നല്ല ഫോട്ടോഗ്രാഫറും കാര്യങ്ങളൊക്കെ വേണം. ജീവിതത്തിൽ ഒരു ടൈമിൽ ഓർത്തിരിക്കേണ്ട കാര്യമല്ലേ. അപ്പോൾ നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ പറയുന്ന സമയത്ത് ആ ഒരു സദസ്സിലാണെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഈ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം എടുക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. ചിലപ്പോൾ ഒന്ന് എടുത്ത് നോക്കും, അത്രയല്ലേ ഉള്ളൂ. ഇതിനിങ്ങനെ വലിയ രീതിയിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഒരു മൂലയിലേക്ക് മാറി നിന്നു. അത് മറ്റൊന്നുകൊണ്ടായിരുന്നില്ല, അവരുടെ കുടുംബമല്ലേ, ഞാനായിട്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ടെന്ന് വെച്ചു. അപ്പൊ തന്നെ പെണ്ണിന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, രാജി പറയുന്നതിന് കാര്യമുണ്ട്, അത് തന്നെ നോക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ തറപ്പിച്ച് അയാൾ പറഞ്ഞു. അങ്ങനെ കല്യാണ ദിവസത്തിന് കുറച്ച് മുമ്പായിട്ട് ഒരു കൂട്ടം ആൾക്കാരിങ്ങനെ വന്നു. അതിലായിരുന്നു ഏറ്റവും ഹാൻസം ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്. പെട്ടെന്ന് ഞാൻ അയാളെ ഒന്ന് ശ്രദ്ധിച്ചു. ആളുടെ പേര് ബിനോയ് എന്ന മറ്റും കൊണ്ടാണ്. അപ്പോഴായിരുന്നു ആളുടെ അടുത്ത് എനിക്കൊന്ന് റിക്വസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയത്. കാരണം കല്യാണത്തിന് പോലും, അതായത് എൻ്റെ കല്യാണത്തിന് പോലും നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെന്നായിരുന്നു. അപ്പോൾ എനിക്ക് നേരിട്ട് പോയി പറയാനായിട്ട് ഒരു ശമ്പളം കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കസിൻ സിസ്റ്റർ, അവൾ കല്യാണ പെണ്ണാണല്ലോ, അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് അവളോട് തന്നെ പറഞ്ഞു, എടി ഒന്ന് പറഞ്ഞ് ശരിയാക്കി തരണേ എന്ന് പറയുമ്പോൾ അവളെന്നെ ഒന്ന് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശരിയാക്കി തരാം ചേച്ചി, ചേച്ചി ആദ്യമായിട്ട് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞല്ലേ, സെറ്റാക്കി തരാം കേട്ടോ എന്ന് അവളെ തിരിച്ചു പറഞ്ഞു. ആ സമയത്ത് എനിക്കൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവള് ചെന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ബിനോയ് എടുത്ത് പറഞ്ഞു, ചേച്ചിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു കൊടുക്കണേ, ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കല്യാണ സമയത്ത് പോലും കിട്ടിയിട്ടില്ല എന്ന് ബിനോയ് എടുത്ത് അവൾ ഓപ്പണായിട്ട് പറഞ്ഞു. ബിനോയ് അത് കേൾക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ചമ്മല് പോലെ തോന്നി. ഞാൻ അവിടെ പതിഞ്ഞു മാറി നിന്നു. ഞാനങ്ങനെ മാറി നിൽക്കുന്ന സമയത്താണെങ്കിൽ ബിനോയ് അവളെ ഒന്ന് വിളിച്ചു, ചേച്ചി ഇങ്ങോട്ട് പോരോ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാനൊരു ചെമ്മലോടെ അങ്ങോട്ട് ചെല്ലുന്നു. കാരണം പണ്ടൊക്കെ നല്ല ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോഴാണെങ്കിൽ ഇവരുടെയൊക്കെല്ലാം കൂടി പെട്ടെന്ന് ആരടുത്തും ഒന്ന് ചമ്മിയും പിന്നെ ഒരു നാണത്തോടൊക്കെ തന്നെയാണ് ഞാൻ പോകുന്നത്. ആ ഒരു രീതിയിൽ ഞാൻ മാറിക്കഴിഞ്ഞെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയി. ഞാൻ ബിനോയ് വിളിച്ച സമയത്ത് അവിടേക്ക് ചെല്ലുന്ന സമയം എൻ്റെ അടുത്ത് കസിൻ സിസ്റ്ററും ഉണ്ടായിരുന്നു, കല്യാണ പെണ്ണ്. ഞങ്ങളെ രണ്ടുപേരെയും നിർത്തി അവനൊരു ഫോട്ടോസ് എടുത്തു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോസ് ഒന്ന് കാണിച്ചു തരുമോ എന്നിങ്ങനെ ചോദിച്ച് കൗതുകത്തോടെ ബിനോയെ എടുത്തോട്ട് ചെന്നു. ആ ടൈമിൽ അവനാണെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ ആ ഫോട്ടോസ് കാണിച്ചു തന്നു. പെട്ടെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം അത്രയും ക്ലാരിറ്റിയിൽ ഒരു ഫോട്ടോ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതം തന്നെ എന്ന് പറയാൻ വയ്യ. അങ്ങനെ ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കസിൻ സിസ്റ്ററായിട്ടുള്ള കല്യാണ പെണ്ണ് അവിടെ നിന്ന് ഒന്നങ്ങോട്ട് മാറി. പെട്ടെന്ന് അവൻ പറഞ്ഞു, അവളെക്കാളും കുറച്ചുകൂടെ ഗ്ലാമർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്, ഫോട്ടോയിൽ കുറച്ച് ഫോട്ടോജനിക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതല്ലേ. പക്ഷേ ഞാനാണെങ്കിൽ നാച്ചുറലായിട്ട് നിൽക്കുന്ന എനിക്ക് നല്ല ആ ഒരു ഫോട്ടോസിൻ്റെ എല്ലാം ഇത് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാനും ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഞാനൊന്ന് ആ സമയം വരെ മിണ്ടാതെ നിന്ന് പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് റിക്വസ്റ്റ് ചെയ്തു, അതെ എനിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു തരുമോ, നല്ല കൊതിയും കാര്യങ്ങളുമായിട്ടാണ്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് ഞാൻ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവനെ കേട്ടു നിന്നു. ആ, ഞാൻ എടുത്തു തരാമല്ലോ, ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചേച്ചിക്കെന്ന് ഭയങ്കര ചമ്മലും കാര്യങ്ങളൊക്കെ ആണെന്ന്. ഇങ്ങനെ ഓപ്പണായിട്ട് വന്ന് പറയാൻ അതിനെന്താ ഇങ്ങനെ ചമ്മലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്, മടിയില്ലാതെ എന്ത് കാര്യങ്ങളും പറയാമല്ലോ എന്ന് അവൻ്റെ അടുത്ത് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ ക്യൂട്ടസ് ഇട്ട ചൂണ്ടുവരലിൻ്റെ ആ ഒരു നഖം ഇങ്ങനെ കടിച്ചിങ്ങനെ നിന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൊന്ത്രപ്പല്ലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിരിച്ച് ഇളിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, ഏതായാലും ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുതരാം കേട്ടോ, പിന്നെ ഞാൻ പറയുന്ന സമയത്തൊക്കെ കാണണം. പിന്നെ ചില ആൾക്കാരുണ്ട് കല്യാണത്തിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോട്ടോസ് വന്ന് റിക്വസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ തിരക്കുന്ന സമയത്തും പിന്നെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കാണത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, ഞാൻ വിളിക്കുന്ന സമയത്ത് കാണണം എന്ന് മാത്രം അവൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു, ഏത് സമയം കാണും, എപ്പോഴാണെന്നുണ്ടെങ്കിലും വിളിച്ചോളൂ കേട്ടോ, ബിനോയ് എന്നല്ല പേര് എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, അതെ ഓക്കെ ബിനോയ്, ഞാനാണെങ്കിൽ അകത്തുനിന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി.
ഞാൻ അകത്തേക്ക് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ കല്യാണ പെണ്ണിന്റെ കുറേയധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കായിരുന്നു. അങ്ങനെ ലൈറ്റ് ബോയ് ഉണ്ട്, പിന്നെ കുറേയധികം ആൾക്കാരൊക്കെ അതിനുവേണ്ടി വർക്കിനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അകത്തേക്ക് കയറിയതിനു ശേഷം പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്കെല്ലാം വെള്ളവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തു. ഞാൻ വെള്ളവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മുതുക്കിളവന്മാര് തൊട്ട് കൊച്ചു പിള്ളേർ വരെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും സ്കോഷ് കലക്കിയ വെള്ളം വേണം. ഞാനാണെങ്കിൽ ഓരോ ആൾക്കാർക്കും ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരുന്നു. ആ ടൈമിലാണെങ്കിൽ ആരൊക്കെ പറയുന്നുണ്ട്, മോളെ ഷുഗർ ആണെന്നെങ്കിൽ വേണ്ട കേട്ടോ, ചായ എന്തെങ്കിലും മതി. അപ്പം ഞാൻ പറഞ്ഞു, അങ്കിൾ ചായ ഞാൻ എടുക്കാൻ പറയാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ ആൾക്കാരും അവിടെ എവിടെയൊക്കെ എന്ന് വന്ന് സ്കോഷും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ രണ്ടാം വട്ടവും ഞാനിങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തു. ആ സമയത്താണ് ബിനോയ് അവിടെ നിൽക്കുന്നത് കണ്ടത്. വെള്ളം കുടിക്കുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ആ കുടിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ മെല്ലെ മെല്ലെയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ആ വെള്ളമായിട്ട് അവിടേക്ക് ചെന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ചെറിയ ചെമ്മലും പിന്നെ അത്രയും പേർക്ക് വെള്ളം കൊടുത്തതിന് ശേഷമുള്ള എൻ്റെ കൈയുടെ വേദനയും കൊണ്ടാണെന്നറിയില്ല, അതിൽ ഒരു ഗ്ലാസ് വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഞാൻ ബിനോയുടെ അടുത്തോട്ട് ചെല്ലുന്ന സമയത്ത് എൻ്റെ കാലിൽ നുളുക്കി. പെട്ടെന്ന് തന്നെ എൻ്റെ കഷ്ടകാലം എന്ന് പറയാലോ, ആ ഒരു കല്ല് പോലെ ഇങ്ങനെ കിടന്നു. ചെറിയ കല്ലാണെങ്കിലും എൻ്റെ ആ തള്ളവിരൽ അതിനകത്ത് തട്ടിയിട്ട് ആ ഗ്ലാസും വെള്ളവും എല്ലാം കൂടെ ബിനോയുടെ ദേഹത്തോട്ട് മറിഞ്ഞു വീണു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഞെട്ടിപ്പോയി. ആ ക്യാമറയ്ക്കുള്ളിലേക്ക് വീണില്ല, ഭാഗ്യം. ശോ, എല്ലാം വൃത്തികേടായാലോ എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അങ്ങനെ പറയുന്ന സമയത്ത് അവനൊന്ന് പുഞ്ചിരിച്ചു. ശേഷം അവൻ പറഞ്ഞു, ഏതായാലും ഈ ഒരു സാധനം ആയതുകൊണ്ട് കുഴപ്പമില്ല. കഴിഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ പായസം മറ്റോ കൊണ്ടാണ് ആരാണ്ട് വലിച്ചെറിഞ്ഞത്. അത് പിന്നെ കൊണ്ടുപോയി അലക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നു. ഏതായാലും അങ്ങനെയൊന്നും പറ്റില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് അവൻ പറഞ്ഞു. അയ്യോ, എന്നാലും ഈ ഡ്രസ്സും കാര്യങ്ങളും എന്നെങ്കിൽ ഞാൻ വാഷ് ചെയ്തുകൊണ്ട് വരാം, അതിനെങ്കിലും എന്നെ ഒന്ന് അനുവദിക്കുക. പെട്ടെന്ന് ഞാൻ അതിന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതിൻ്റെ കാര്യമൊന്നുമില്ല, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെയാണ് എൻ്റെ ആ ഒരു വർക്കും കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഇങ്ങനെ വാഷ് ചെയ്യാനായിട്ട് തന്നു കഴിഞ്ഞാൽ. ഇപ്പം ഡ്രസ്സും കാര്യങ്ങളും അത് റിമൂവ് ചെയ്ത് തരണ്ടേ എന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ വീണ്ടും ചോദിച്ചു, എന്നാലുമില്ല, താങ്കൾ എന്നെങ്കിൽ പൊക്കോളൂ, കുഴപ്പമില്ല, ഞാനിത് മാനേജ് ചെയ്തോളാം എന്നവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് നല്ല വിഷമമായി. കാരണം വെച്ചാൽ എൻ്റെ അബദ്ധം കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അവൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പെരുമാറാൻ ഒന്നും തോന്നിയില്ല. അങ്ങനെ ഞാൻ അടുക്കളയിലൊക്കെ ഒന്ന് പോയി ആൻറ്റിമാരെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴാണെങ്കിൽ അവനാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അവിടേക്ക് ചെന്നതിന് ശേഷം അവൻ്റെ അടുത്ത് ചോദിച്ചു, എടോ, വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പം അവൻ തന്നെ പറഞ്ഞു, ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ഫീൽഡ് വർക്കൊന്നും ഇല്ലല്ലോ, എന്നാൽ പിന്നെ ആ ഡ്രസ്സിങ് റിമൂവ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി കഴുകിക്കൊണ്ടുവരാം. അത് മൊത്തം കറ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം മുക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് കയ്യിൽ നിന്ന് പോകില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അത് കുഴപ്പമില്ല എന്ന് പറയുമ്പം ഞാൻ തന്നെ വീണ്ടും നിർദ്ദേശിച്ചു, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൈസ തരാം, ഈ ഡ്രസ്സിന് എത്ര ക്യാഷ് എന്ന് വെച്ചാൽ അത് ഞാൻ തരാം, അത് താൻ പോയി വാങ്ങിച്ചോ വേറെ ഡ്രസ്സ്, അല്ലാതെ എനിക്ക് നല്ല വിഷമമായിട്ടുണ്ട് എന്ന് തന്നെ പറയുമ്പോൾ അവൻ പറഞ്ഞു, താനിത്തിരി വിട്ടില്ലേ, താനൊരു പ്രത്യേക മൈൻഡും കാര്യങ്ങളൊക്കെ ആണല്ലോ തൻ്റേത്. ഞാൻ ഏതായാലും ഇത് റിമൂവ് ചെയ്യാം, പക്ഷെ എനിക്കൊരു റൂമും കാര്യങ്ങളും വേണം, നിൽക്കാനും കാര്യങ്ങളൊക്കെ, അല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് ഞാൻ ഇത് വിട്ടുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും എന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ഞാൻ കല്യാണ വീട്ടിൻ്റെ അകവും കാര്യങ്ങളൊക്കെ നോക്കി. നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പിന്നെ ആൾക്കാരും വരുന്നുണ്ട്. എന്തൊക്കെയായാലും അവിടെ റൂമിൽ ഒന്നും സ്പേസ് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നല്ലാതെ വേറൊരു നിവൃത്തിയും കാര്യങ്ങളും ഇല്ല. ഞാനാണെന്നുണ്ടെങ്കിൽ അവനെയും വിളിച്ചുകൊണ്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെയാണെന്നുണ്ടെങ്കിൽ ആരുമില്ലായിരുന്നു, കാരണം എല്ലാ ആൾക്കാരും കല്യാണ വീട്ടിലായിരുന്നു. പിന്നെ ഫോട്ടോസ് എടുത്ത ആ ക്യാമറയും കൊണ്ടാണ് അവൻ വീട്ടിലേക്ക് വന്നത്. ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ ഒരു വീടിൻ്റെ താക്കോലും കാര്യങ്ങളും വീടിൻ്റെ ചെടിച്ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങുന്ന സമയത്ത് വെച്ചിട്ട് പോരുന്നതാണ്. അതേതായാലും ഭാഗ്യമായി, അല്ല എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയിട്ട് ഇനി താക്കോലും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്തിനാണെന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വരും. അത് എനിക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തൊക്കെയായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ അവൻ്റെ അടുത്ത് സിറ്റൗട്ടിൽ ഇരിക്കാൻ പറഞ്ഞു. ശേഷം വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഞാൻ അകത്തേക്ക് കയറിയ സമയത്താണെന്നുണ്ടെങ്കിൽ തന്നൊരു കാര്യം ചെയ്യ്, ആ ഒരു റൂമിൽ കയറിയിട്ട് ഡ്രസ്സിങ് തന്നാൽ മതി, ഞാൻ കഴുകിക്കൊണ്ടുവരാം എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അവനോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ആ കാര്യങ്ങളെല്ലാം നല്ലപോലെ കേട്ടു. ശേഷം ആ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്ത് ഞാൻ ആ കല്ലിൻ്റെ അടുത്ത് കൊണ്ടുപോയി നന്നായിട്ട് ഉരച്ച് കഴുകി.
ആ ഒരു ടൈമിലാണെങ്കിൽ ഇതൊന്ന് ഉണങ്ങിക്കിട്ടാൻ ഇനി ഇച്ചിരി പാടുപെടും. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ വെയിലത്ത് കൊണ്ടുവന്നാണ് ശേഷം ഇട്ടത്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തുനിന്ന് നേരെ അകത്തേക്ക് കയറി വന്നു. അവനാണെങ്കിൽ ഹാളിലെ റൂമിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ ക്യാമറയിൽ നോക്കി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് അവൻ ഇരിക്കുന്നത് 2 സീറ്റുള്ള ഒരു സോഫയിലായിരുന്നു. അതിൻ്റെ ആ ഒരു കൈവരിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവിടേക്ക് ചെന്നതിന് ശേഷം എന്താണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ഒന്ന് എത്തി നോക്കി. ആ സമയത്ത് എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എടുത്ത ഫോട്ടോസ് ഓരോന്നും അവനിങ്ങനെ മറിച്ച് മറിച്ച് നോക്കുകയാണ്. പെട്ടെന്ന് ഞാൻ അവൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, എന്തായി നോക്കുന്നേ എന്ന് ചോദിച്ച സമയത്ത് തന്നെ ഒന്ന് പെട്ടെന്ന് അവൻ ഞെട്ടിയതുപോലെ, അയ്യോ പേടിച്ചു പോയല്ലോ ഇങ്ങനെ വന്നു നിന്നിട്ട്. ഞാൻ പറഞ്ഞു, എന്താ നോക്കുന്നേ, വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു, നടക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളും മതി. ഇനിയിപ്പം ഉടനെ പോകണോ, വർക്കും കാര്യങ്ങളും ഉടനെ ഉണ്ടോ? ഇല്ല, ഇനിയിപ്പം ഒരു നൈറ്റ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനുണ്ട്. അത് കേട്ടപ്പം എനിക്ക് സമാധാനമായി. കാരണം തുണിയൊന്നും ഉണങ്ങി കിട്ടണമെങ്കിൽ വൈകുന്നേരം സമയമാവും. അപ്പോഴത്തേക്ക് ആൾക്ക് പോയാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആലോചിക്കണോ എന്ന് ചോദിച്ചപ്പം ഞാൻ തന്നെ പറഞ്ഞു, അതായത് പോകുന്ന കാര്യം ആലോചിച്ചത്, തുണി ഉണങ്ങിയിട്ടില്ലല്ലോ, പിന്നെ എന്തിട്ടിട്ട് പോകും എന്ന് ആലോചിച്ചത്. ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞു, ഇനി തുണിയൊന്നും ആണെങ്കിലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, തൻ്റെ ഒരു സാരിയോ നൈറ്റിയോ അതെന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് പോവാം, അല്ലാതെ പേരെ നിവൃത്തിയില്ലല്ലോ എന്ന് അവനൊരു തമാശ പഠിച്ചു. അങ്ങനെ ഞങ്ങൾ തമാശക്കൊട്ട് അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അവൻ വീണ്ടും ആ ഒരു ക്യാമറയിലേക്ക് നോക്കി ഓരോ ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഓരോ ഫോട്ടോസും കാണാനുള്ള ഒരു തിടുക്കത്തിൽ അവനിരിക്കുന്ന ആ ഒരു സോഫയുടെ ആ ഒരു കൈവരിയിൽ ചെറിയ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടേക്ക് കയറിയിരുന്നു. ഞാൻ ഇരിക്കുന്നത് കണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ അവനാണെങ്കിൽ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു. ശേഷം ഓരോ ഫോട്ടോസും ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ച സമയത്താണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു, അടിപൊളിയായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിൽ പറയുമ്പോൾ അവൻ തന്നെ ഓപ്പണായിട്ടും പറഞ്ഞു, നന്നായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഒന്ന് കാണാൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ആ ക്യാമറ എനിക്ക് വെച്ച് നീട്ടി. ഞാൻ ഉടുത്തിരുന്നത് ഒരു സാരിയായിരുന്നു വേഷം. ആ ടൈമിലാണെങ്കിൽ അവൻ നന്നായിട്ട് അതെടുക്കുന്നുണ്ട്. പക്ഷേ മുഖത്ത് ചില പാടുകളും കുരുക്കളും അതേപോലെ തന്നെ ഉണ്ട്. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ആ ഒരു മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഓരോ നെക്സ്റ്റ് ആയിട്ട് ആ ഒരു ടൈമിൽ അവൻ അടിച്ച് കാണിച്ചു. ഞാനിങ്ങനെ ഓരോന്നും ആ ഒരു ബട്ടൺ ഞെക്കി അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് കൈ വരയ്ക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നേരത്തെ സമയത്തൊട്ടേ കൈവറക്കൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവനാണെന്നുണ്ടെങ്കിൽ ആ ക്യാമറയിൽ ഒന്ന് പിടിച്ചു തന്നു എൻ്റെ കൈവറക്കുന്ന കണ്ടപ്പോൾ. അപ്പോൾ തന്നെ ഞാൻ ഓരോ ഫോട്ടോസും ഇങ്ങനെ നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞു, നല്ല ക്ലാരിറ്റിയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചു, താൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഏതാ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആ ഒരു വേറെ ഫോൺ എടുത്ത് കാണിച്ചു കൊടുത്തു. അയ്യേ ദാരിദ്ര്യം, ഈ ഫോണൊക്കെ മാറ്റിയിട്ട് നല്ല ഫോണൊക്കെ വാങ്ങിക്കാട്ടോ, ഇതിലൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആകെ ബ്ലറായിട്ടിരിക്കും. തനിക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലുക്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പെൺകുട്ടികൾ തന്നെ നന്നായിട്ട് റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തനിക്ക് അത്രയും പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൂടെ എന്ന് ഒരു ആശയം എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്ത് എൻ്റെ കാര്യം അവൻ്റെ അടുത്ത് തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനൊന്നും മിണ്ടാതെ അങ്ങനെ എല്ലാം കേട്ടിരുന്നു. ആ സമയം അവൻ എനിക്ക് നല്ല മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ അവൻ്റെ അടുത്ത് ചെറുതായിട്ട് എൻ്റെ മനസ്സൊന്ന് തുറന്നു. മറ്റൊന്നും ആയിരുന്നില്ല, എൻ്റെ ആ കല്യാണ ആൽബം അത് മുറിയിലിരിക്കുന്ന സമയത്താണ് ഞാനത് ആ ഒരു അലമാരയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അവനെ ഒന്ന് കാണിച്ചു. ദേ എൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും കണ്ടോ, ഞാൻ എന്താഗ്രഹിച്ചിട്ടാണ് കേട്ടോ ഈ കല്യാണ വീഡിയോസും കാര്യങ്ങളൊക്കെ. ആ ഒരു ഫോട്ടോസെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു. കണ്ടു നോക്കിക്കേ, എല്ലാം ഒരു വൃത്തികേടായിട്ട് എടുത്തു വെച്ചേക്കുന്നില്ലേ. അപ്പോൾ അവനതെല്ലാം എടുത്തു നോക്കിയതിന് ശേഷം പറഞ്ഞു, ഈ ഒരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേണക്കുള്ള ക്ലാരിറ്റിയുള്ള ക്യാമറാസൊക്കെ കിട്ടത്തുള്ളൂ, ഇപ്പോഴല്ലേ ഇത്രയും ഡിജിറ്റലായിട്ടുള്ള സംഭവങ്ങൾ ഇറങ്ങി. ഞാൻ പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടുള്ളൂ. പെട്ടെന്ന് തന്നെ അവൻ അതിശയായിട്ട് പറഞ്ഞു, 7 വർഷമായിട്ടുള്ളൂ അല്ലേ, എന്നാൽ ഇത് വൃത്തികേടായിട്ട് എടുത്തു വെച്ചാണ് എന്ന് അവൻ തന്നെ പറഞ്ഞു. ഞാനിങ്ങനെ ഒരു വിഷമത്തോടെ ഇങ്ങനെ നിന്നു. അപ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുതരാം, ഇപ്പം തനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ, കല്യാണ ഫോട്ടോസ് തന്നെ നല്ലതായിട്ട് കിട്ടണമെന്നൊന്നുമില്ലല്ലോ, നമുക്ക് നല്ല ഫോട്ടോസ് എടുത്താന്നത്രേ എന്നവൻ ഓപ്പണായിട്ട് എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു.
ആ സമയത്താണെങ്കിൽ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പറയാൻ അവനോടൊരു തിടുക്കം പോലെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ പറഞ്ഞു, എൻ്റെ പഴയ ആ ഒരു ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോകും കേട്ടോ. കാരണം ആ ടൈമിൽ എന്നെ എല്ലാവരും മിസ് വേൾഡ് എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കളിയാക്കി വിളിച്ചതാണെങ്കിലും എനിക്ക് അത്രയും വണ്ണമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു സമയത്താണെങ്കിൽ നല്ല രീതിയിൽ ഒരു ലെവലായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ലുക്സും കാര്യങ്ങളെല്ലാം പോയിടോ എന്നൊക്കെ ഞാൻ അവൻ്റെ അടുത്ത് ഒരു സങ്കടത്തോടെ പറയുമ്പോൾ അവനിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചിരിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ തോളിൽ ജസ്റ്റ് ഒരു അടി കൊടുത്തു. പെട്ടെന്ന് ഒരു വേദനയോടെ അവൻ ആ കൈ ഇങ്ങനെ തടവുന്നു. അയ്യോ അറിയാതെ പറ്റിപ്പോയാട്ടോ എന്ന് ഞാൻ അവനോട് തന്നെ പറഞ്ഞു. പെട്ടെന്ന് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, താനൊരു കാര്യം ചെയ്യും, ഒന്ന് ഫ്രണ്ടിലേക്ക് നിൽക്കാവോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കുറച്ച് ഫ്രണ്ടിലേക്ക് പിടിച്ചു നിർത്തി. ശേഷം എന്നെ ഒന്ന് നോക്കി അടിമുടിയെന്ന്. ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു തരാം. താൻ ആഗ്രഹിക്കുന്ന പോലുള്ള ഫോട്ടോസും കാര്യങ്ങളായിരിക്കും എടുത്തു തരുന്നത്. അത് കുറച്ച് മോഡേൺ ലുക്സിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. ഞാൻ കുറച്ച് അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ആൾക്ക്, ഒരു മോഡലിങ്ങും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ. അപ്പോൾ തനിക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു അത്രയും പ്രായമൊന്നും ആയിട്ടില്ല, അത്യാവശ്യം ആ ഒരു മോഡലിംഗ് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അവനത് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കും തിടുക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എന്താവണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ആ സമയത്ത് എനിക്കിങ്ങനെ അവൻ്റെ അടുത്ത് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് സംഘടിപ്പിക്കും എന്നുള്ള കാര്യങ്ങൾ. എനിക്കിവിടെ ആകെയുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാരി അല്ലെങ്കിൽ ചുരിദാർ മാത്രമേ ഉള്ളൂ. ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞ സമയത്ത് അവൻ തന്നെ പറഞ്ഞു, സാരി അങ്ങനെ ചുരിദാറൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്കത് മോഡേൺ ആയിട്ടുള്ള രീതിയിൽ ക്യാമറ ഒരു ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ആ ഒരു രീതിയിൽ ആ ഒരു സാരിയും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ചുരിദാറാണെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു മോഡേൺ ലുക്സിൽ എടുക്കാൻ പറ്റും എന്ന് അവൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ തന്നെ ഒന്ന് അത്ഭുതപ്പെട്ടു പോയി. എന്തൊക്കെ ട്രിക്സും കാര്യങ്ങളൊക്കെയാണ് ചെക്കൻ അറിയാവുന്നത് എന്ന് ഞാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഏത് ഡ്രസ്സാണ് താനിപ്പം യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു, സാരി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, എന്നാൽ പറ്റി സാരി തന്നെ ആയിക്കോട്ടെ, ഉടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഉടുത്തതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് പറയുക, അപ്പോൾ കുറച്ച് കാര്യങ്ങളും സെറ്റിങ്സും കാര്യങ്ങളും ഞാൻ വരുത്തിക്കൊള്ളാം എന്നായിരുന്നു അവൻ പറഞ്ഞത്. അങ്ങനെ സാരിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് ഒരു ലെവലായതിനു ശേഷം ഞാൻ വന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ അവനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചേഞ്ചസും കാര്യങ്ങളും വരുത്തണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആദ്യം ആ ഒരു പ്ലേറ്റും കാര്യങ്ങളും കുറച്ചുകൂടെ ഒന്ന് മോഡേൺ ലുക്സിലാക്കി. ശേഷം എന്തൊക്കെയോ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളും ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതാണെങ്കിൽ കുറച്ച് മോഡേൺ ലുക്കായിരിക്കും, പിന്നെ ഈ ഒരു മുടിയും കാര്യങ്ങളും ഇങ്ങനെ ഇടാൻ പാടില്ല, കുറച്ച് ഫ്രണ്ടിലോട്ടും പിന്നെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ലെവലായിരിക്കും, പിന്നെ ആ ഒരു സിന്ദൂരക്കുറി അത് ഇച്ചിരി കട്ടയായിട്ട് വേണം, ആ ഒരു താലിയും കിടന്നോട്ടെ, ഒരു മോഡേൺ ആയിട്ടുള്ള മാരീഡ് സുന്ദരി, ആ ഒരു രീതിയിലാണ് നമുക്ക് ഇപ്പം ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നത് എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. കാരണം ആ ടൈമിൽ എനിക്ക് ഏറ്റവും വലിയ ആകാംക്ഷയും കാര്യങ്ങളുമായിരുന്നു, മോഡേൺ ലുക്കിലാണെന്നുണ്ടെങ്കിൽ എന്നെ എങ്ങനെ ഇരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോസിനകത്ത് എങ്ങനെ ഇരിക്കും, ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കുമോ, പിന്നെ ആ ലുക്സിലൊക്കെ ഒരു ഫോട്ടോസൊക്കെ കാണാനൊക്കെയുള്ള ഒരാഗ്രഹം ലൈഫിൽ ഇനി ഒരിക്കലും നടക്കത്തില്ല, ഈ ഒരു സമയത്തേ നടക്കത്തുള്ളൂ. ഇപ്പം കിട്ടിയൊരു ചാൻസ് അല്ലേ, ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനായിട്ട് ഞാനിരുന്നു. അപ്പോൾ അവൻ ആ ഒരു ടു സൈഡ് ആ ഒരു സോഫയിലേക്ക് എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. ശേഷമാണെന്നുണ്ടെങ്കിൽ കാലാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൊക്കി വെക്കാൻ പറഞ്ഞു. ശേഷം ഞാൻ ആ ഒരു സൈഡിലേക്ക് കൈ ഇങ്ങനെ കുത്തി വെച്ചിട്ട് ആ ഒരു പോസിൽ ഇങ്ങനെ നിന്ന് കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അവൻ കുറേ ഫോട്ടോസ് ഇങ്ങനെ എടുത്തു. ശേഷമാണെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിച്ചു. ആ ടൈമിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഇത് ഞാൻ തന്നെയാണോ എന്നായിരുന്നു ഞെട്ടിപ്പോയത്. ആ ക്യാമറയുടെ എഫക്ട്സും പിന്നെ ആ ഒരു ട്രിക്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തന്നെ തോന്നിപ്പോയി. കാരണം ഒരു മോഡൽ അല്ലെന്നുണ്ടെങ്കിൽ സിനിമാ നടി അവരൊക്കെ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെയാണ് ചെക്കൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അശ്യോ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, കുറച്ചുകൂടെ ഇതായിട്ടിരുന്നിട്ട് ഒരു പൊസിഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. ഞാൻ പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കിട്ടിയാൽ മതി, എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ ഇങ്ങനെ ഫോട്ടോസ് കിട്ടാൻ, ഇതൊക്കെ എനിക്ക് കിട്ടില്ലേ എന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു, ഇതൊക്കെ തൻ്റെ ഫോണിലോട്ടാക്കി തരാം, പിന്നെ അല്ലാതെ അത് പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതിന് സ്റ്റുഡിയോയിൽ എടുത്താൽ മതി, പ്രിൻ്റായിട്ട് എന്തെങ്കിലും എനിക്ക് തരാൻ പറ്റില്ല, കാരണം അത് കല്യാണത്തിൻ്റെ ഇതൊക്കെയാണല്ലോ, അതിൽ തരാൻ പറ്റില്ല, തനിക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം
അങ്ങനെ ആ ഒരു സമയത്ത് അവൻ്റെ വാക്കുകളും കാര്യങ്ങളൊക്കെ കേട്ട് എനിക്ക് നല്ല ചിരിയും തമാശയും എന്ന പോലെയൊക്കെ തോന്നിപ്പോയി. ആ ടൈമിൽ ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എനിക്ക് സെൻഡ് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും അവന് ഷെയർ ചെയ്ത് കൊടുത്തു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആ ഒരു ഫോട്ടോസ് എടുത്ത് നോക്കാൻ എനിക്ക് കൊതി തോന്നിയിട്ട് വയ്യായിരുന്നു. അങ്ങനെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ സമയത്താണെങ്കിൽ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും അവൻ എൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്തു. അത് അവൻ്റെ ഫോണിലാക്കിയതിനു ശേഷം ആദ്യം വാട്സപ്പിൽ ഒരു ഹായ് അയച്ചു. ശേഷം ഫോട്ടോസ് ഇങ്ങനെ നിരപ്പ് നിരപ്പായിട്ട് വന്നു. ഓരോ ഫോട്ടോസ് എടുത്ത് നോക്കുന്ന സമയത്തും ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഈ ഫോട്ടോസ് ഇങ്ങനെ മാത്രമല്ല കേട്ടോ, കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഏതായാലും കുറച്ചുകൂടെ തൻ്റെ ഫോണിലേക്ക് അയക്കുന്നുണ്ട്, അത് നോക്കാൻ മറക്കണ്ട എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ വീണ്ടും അതിലേക്ക് നോക്കി, ഇതിലിനി എഡിറ്റിങ്ങും കാര്യങ്ങളും വരുത്തണോ, ഇതിപ്പം അടിപൊളിയായിട്ടില്ലേ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ താനാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്, ഏതാ തനിക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സേവ് ചെയ്താൽ മതിയല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, താങ്ക്സ് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് പിന്നെ എന്താ വേണ്ടത് എനിക്ക്, ഇവിടെ വന്നതിന് ശേഷം ഒരു കാപ്പി പോലും കിട്ടിയിട്ടില്ല എന്നാണ് അവൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനെന്താ, കാപ്പിയല്ല നീ ചൂട് ചായയാണ്, എന്താണെങ്കിലും ശരി തന്നെ, ഇനി തനിക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഈ ടൈമിൽ കുറേ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്ന്. അതേതായാലും താൻ എനിക്ക് സാധിച്ചു തന്നു, അതിലൊരുപാട് നന്ദിയുണ്ട്. എനിക്ക് അതിലെത്ര പറഞ്ഞാലും നന്ദി പറഞ്ഞാലും തീരത്തില്ല കേട്ടോ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുമ്പോൾ അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയതിനു ശേഷം അവന് വേണ്ടിയിട്ട് ഒരു കാപ്പി ഉണ്ടാക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ കാപ്പി ഉണ്ടാക്കുന്ന ടൈമിൽ അവൻ്റെ ആ ഒരു അടുക്കളയുടെ വശത്ത് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. കാപ്പി ഇങ്ങനെ ഇടുന്ന സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ പിന്നിൽ വന്നിങ്ങനെ നിന്നു. ശേഷം ഞാൻ 2 ഗ്ലാസ്സിലായിട്ട് ആ കാപ്പി ഒഴിച്ചു വെച്ചു. അവനും എനിക്കായിട്ട് ഒരു ഗ്ലാസ്സിലെ കാപ്പി അവനും കൊടുത്തു. ശേഷം ഞാനും ഒരു ഗ്ലാസ് എടുത്തുകൊണ്ട് നേരെ ഞങ്ങൾ തിരികെ സോഫയിലേക്ക് വന്നു. സോഫയിലേക്ക് വന്നിരുന്ന സമയത്താണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ രണ്ടും ഒരു ഫോട്ടോ എടുത്തില്ലല്ലോ, ഇത്രയും പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്സൊക്കെ ആയി, പക്ഷേ നമ്മൾ രണ്ടുപേരുടെയുള്ള ഫോട്ടോ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പരിഭ്രമിച്ചു. ഞാനിതുവരെ ആരുടെടുത്തും അങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടില്ല, അതായത് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അങ്ങനെ ഫോട്ടോ എടുത്ത് ശീലിച്ചിട്ടില്ല. അതെന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ആ സമയം. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ പുറത്തിറങ്ങിയതിനു ശേഷം നമുക്ക് ഫോട്ടോസ് എടുക്കാം എന്ന് ഞാൻ അവനോട് പറയുമ്പം, അതെന്താ അകത്തിരുന്നെടുത്താലേ അതിനെന്ത് പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അതൊന്നും കൊണ്ടല്ല. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു, പുറത്തിറങ്ങിയിട്ടാണെങ്കിൽ ഇപ്പം ആരെങ്കിലുമൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മോശമല്ലേ, ഇപ്പം അകത്തിരുന്നതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെനിക്കൊരു കംഫർട്ട് ഇല്ല കേട്ടോ എന്ന് പറയുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഇത് എൻ്റെ ഫോണിൽ ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്, എപ്പോഴും ഓർക്കാമല്ലോ, മീൻസ് ഫോട്ടോ എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് അന്ന് കണ്ട ആ ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ എന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഒരു ഇളിഞ്ഞ ചിരിയോടെ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ ചായയുടെ ഒരു ഗ്ലാസ് ആണെങ്കിൽ എൻ്റെ ചായയുടെ മുട്ടിച്ചതിന് ശേഷം അവൻ 1-2 പിക്സും കാര്യങ്ങളും ഞാനും അവനും കൂടെ ഇങ്ങനെ ഇരിക്കുന്നത് എടുത്തു വെച്ചു. ആ ടൈമിൽ ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഫോട്ടോ എടുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ എൻ്റെയും അവൻ്റെയും ഫോട്ടോ എൻ്റെ മാത്രം ആ ഒരു ഫോൾഡറിൽ, അതായത് എൻ്റെ എടുത്ത ആ ഒരു ക്യാമറയിലുള്ള ആ പിക്സ് കിടക്കുന്ന ഫോൾഡറിൽ തന്നെ സേവ് ചെയ്തിട്ടു. അതിനുശേഷം ഇത് ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഈ ഒരു ഫോട്ടോ മാത്രം മൊബൈൽ ക്യാമറയിൽ എടുത്തായിരുന്നു, അത് ആ ഒരു രസമുണ്ടായിരുന്നു. അതിനുശേഷം അവൻ ആ ഒരു ഫോട്ടോയും സെൻഡ് ചെയ്ത് തന്നു. അങ്ങനെ ഓരോ ഫോട്ടോസും കാര്യങ്ങളും ഞാനിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിരുന്നു. ശേഷം എൻ്റെ അടുത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ കലാസൃഷ്ടികളും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു, സൂപ്പറായിട്ടുണ്ട്, തനിക്ക് ഇത് വല്ലാത്തൊരു പ്രൊഫഷൻ തന്നെയാണ് കേട്ടോ, നല്ലൊരു കഴിവുണ്ട് തനിക്ക് ഇതെടുക്കാനൊക്കെ ആയിട്ട് എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം തന്നെ അവൻ പറഞ്ഞു, എന്നേക്കാൾ കഴിവുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പിന്നെ തനിക്ക് ആ ഒരു ലുക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, കളിയാക്കണ്ട മാഷേ, നന്നായിട്ടുണ്ട് കേട്ടോ തൻ്റെ ആ ഒരു ലുക്സും കാര്യങ്ങളും ആ ഒരു എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അവന് കാപ്പി മുഴുവൻ കുടിച്ചിട്ട് ആ പാത്രം എൻ്റെ കയ്യിലേക്ക് തന്നു. ഞാനതെടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം ഞാനും അവനും കൂടെ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു വീട്ടിൽ നല്ലൊരു അതിഥി വന്നത് കണക്ക് എനിക്കിനെ ഫീൽ ചെയ്തു. കാരണം അത്രയും നേരമാണെന്നുണ്ടെങ്കിലും വീട്ടിൽ ആ സമയത്തും ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഒരു മിസ്സിങ് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ആ ഒരു
ഉണങ്ങിയ ഷർട്ടും എടുത്തിട്ടുണ്ട് ഞാനും അവനും കൂടെ നേരെ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. ആ ടൈമിൽ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, താനൊരു നല്ല ഫ്രണ്ടും കാര്യങ്ങളാണ് കേട്ടോ, പിന്നെ നാളെ എനിക്ക് കുറേ ഫോട്ടോസ് എടുത്ത് തരണം. ആ ടൈമിൽ കല്യാണ പെണ്ണിനെക്കാട്ടിലും സുന്ദരി ഞാനായിരിക്കണം എന്നൊക്കെ ഞാൻ ഒരു അഹങ്കാരത്തോടെയും പിന്നെ എൻ്റെ ഒരു കൊതി എന്ന പോലെ ഞാൻ അവൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. എൻ്റെ എല്ലാം മനസ്സിലാക്കിയതുകൊണ്ടാവാം അവൻ എല്ലാത്തിനും മൂളി മൂളി കേൾക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ എല്ലാത്തിനും ഒരു പുഞ്ചിരിയും വെച്ചു. അങ്ങനെ ഞാൻ ആ ഒരു കല്യാണ വീട്ടിലെത്തുന്ന സമയത്ത് അവൻ എൻ്റെ സൈഡിൽ നിന്ന് മാറി നടന്നു. ഞാൻ അകത്തേക്ക് കയറിപ്പോകുന്ന സമയത്ത് അവൻ പുറത്തു നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അകത്ത് ചെന്നതിന് ശേഷം ആ ഒരു എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ എടുത്ത് നോക്കിയിട്ട് അവൻ്റെ അടുത്ത് ആ ഒരു തമ്പ് ഇംപ്രഷൻ ഇങ്ങനെ കാണിച്ചു. നന്നായിട്ടുണ്ട്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ടൈമിലിങ്ങനെ തുടർന്ന് പോവുകയായിരുന്നു. ഈ ഒരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിൻ്റെയൊക്കെ രണ്ടാം ഭാഗം വേണമെന്നുണ്ടെങ്കിൽ രണ്ടാം ഭാഗത്തിന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.